നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഓണാശംസകൾ. അറബി ദിസ് വീക്കിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രതിസന്ധികളെ പുഞ്ചിരിയോടെ നേരിടണമെന്ന് പറയാറുണ്ടെങ്കിലും ജീവിതം നൽകുന്ന ചെറിയ പരീക്ഷണങ്ങളിൽ പോലും പലരും ഇടറി വീഴാറാണ് പതിവ്. ഇത്തരത്തിൽ ജീവിതം നൽകുന്ന പരീക്ഷണങ്ങളിൽ മനക്കരുത്ത് ചോർന്നു പോകുന്നവർ നിർബന്ധമായും പരിചയപ്പെടേണ്ട ഒരാളുണ്ട് ഇങ്ങ് അജ്മാനിൽ. അജ്മാനിലെ അൽ അമർ സ്കൂളിലെ പ്രിൻസിപ്പളായ ജേക്കബ് സാർ ഒരു വിസ്മയമാണ്. മനക്കരുത്തിനൊരു പേരുണ്ടെങ്കിൽ, ആത്മവിശ്വാസത്തിനും ശുഭാപ്തി വിശ്വാസത്തിനും ഒരു പേരുണ്ടെങ്കിൽ അതാണ് ഈ കാണുന്ന തിരുവനന്തപുരം സ്വദേശി ജേക്കബ്. ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ സ്വന്തം ജേക്കബ് സാർ. നാല് പതിറ്റാണ്ടായി കുരുന്നുകൾക്ക് അക്ഷരമധുരം പകർന്നു നൽകുന്ന പ്രിയപ്പെട്ട ഈ അധ്യാപകന്റെ ജീവിതം തകർന്നു പോയെന്നും വീണുപോയെന്നും കരുതുന്നവർക്കുള്ള പാഠപുസ്തകമാണ്. അതെ, സ്വന്തം ജീവിതം കൊണ്ട് പ്രതിസന്ധികളെ പുഞ്ചിരിയോടെ നേരിടണമെന്ന സന്ദേശം പകർന്നു നൽകുകയാണ് ഈ 69-കാരൻ. ഒരു അവധിക്കാലത്താണ് ശരീരം അസ്വാഭാവികമായ ലക്ഷണം കാണിച്ചത്. അന്ന് അതെന്താണെന്ന് മനസ്സിലാക്കാൻ പരിശോധിച്ചപ്പോഴാണ് ശരീരത്തിൽ ക്യാൻസർ എന്ന മഹാവ്യാധി പിടിമുറുക്കിയതായി കണ്ടെത്തിയത്. ആദ്യം നടത്തിയ ടെസ്റ്റിൽ രോഗം സ്ഥിരീകരിച്ചില്ല എങ്കിലും പിന്നീട് വിശദ പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചു. ഓപ്പറേഷനും ചികിത്സയും റേഡിയേഷനും നിറഞ്ഞ ജേക്കബ് മാഷിന്റെ പോരാട്ട കഥ ഇവിടെ തുടങ്ങുന്നു. അങ്ങനെ ഞാൻ എൻ്റെ സുഹൃത്ത് ഡോക്ടറെ കണ്ടു, പറഞ്ഞു എൻഡോസ്കോപ്പി ചെയ്തു, അൾട്രാസൗണ്ട് ചെയ്തു, എല്ലാ ടെസ്റ്റും ചെയ്തിട്ടും കണ്ടുപിടിച്ചില്ല. അപ്പോൾ ഇനി ഒരു ടെസ്റ്റുണ്ട് സാർ, കൊളനോസ്കോപ്പിയാണ്. അത് താഴേന്ന് മേളിലോട്ടാണ്. എൻഡോസ്കോപ്പി ചെയ്താലും നമ്മുടെ വയറ് പൊക്കിളിന് അതുവരെ കിട്ടുള്ളൂ, അതിന് താപ്പോട്ട് കിട്ടത്തില്ല. കൊളനോസ്കോപ്പിയിലാണ് ഇത് ക്യാൻസർ, കോളറക്ടൽ ക്യാൻസർ എന്ന് അത് ബാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സെക്കൻഡ് സ്റ്റേജ്. അപ്പോൾ തന്നെ 2018 ഞാൻ എല്ലാ ഡോക്ടേഴ്സിൻ്റെയും വിദഗ്ധ ഒപ്പീനിയൻ എടുത്തു. ഡൽഹിയിൽ പോയി. അവിടെ 2 മക്കളും അവർ ഡോക്ടേഴ്സാണ്. അവർ കൊണ്ടുപോയി ഡോക്ടർ ഗംഗാധരനെ കണ്ടു. അവരെല്ലാം പറഞ്ഞു സർജറി മാത്രമേ ഇതിനൊരു പോംവഴിയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 2018 നവംബറിൽ അപ്പോളോ ഹോസ്പിറ്റലിൽ പോയി സർജറി നടത്തി. അവിടെ നിന്ന് 6 റേഡിയേഷനുകൾ ചെയ്യണമെന്നായിരുന്നു ഡോക്ടർമാർ അന്ന് ജേക്കബ് മാഷിനോട് നിർദ്ദേശിച്ചത്. പക്ഷേ സ്കൂളിനെയും കുട്ടികളെയും പിരിഞ്ഞിരിക്കാൻ 2 തവണ രാഷ്ട്രപതിയുടെ അവാർഡടക്കം ലഭിച്ച ജേക്കബ് മാഷിനായില്ല. അങ്ങനെ ദുബായിൽ തിരികെ വരണമെന്ന ജേക്കബ് മാഷിന്റെ നിർബന്ധത്തിൽ ഡോക്ടർമാർ അനുവാദം നൽകി തിരികെ UAE യാത്ര തിരിച്ചു. തോൽക്കില്ലെന്നുള്ള ഉറച്ച ചിന്തയും അചഞ്ചലമായ ദൈവവിശ്വാസവും സ്കൂളിലെ കുരുന്നുകളോടുള്ള സ്നേഹവും മാത്രമായിരുന്നു ആ അധ്യാപകന്റെ ആകെ കൈമുതൽ. ഡോക്ടർ പറഞ്ഞു 6 റേഡിയേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ 6 റേഡിയേഷൻ ചെയ്യാനായിട്ട് അവിടെ 6 ആഴ്ച ഞാൻ കിടക്കണം. ഞാൻ പറഞ്ഞു എനിക്ക് ദുബായ് ചെയ്യണം എന്ന് പറഞ്ഞു. കാരണം 6 ആഴ്ച എൻ്റെ കുഞ്ഞുങ്ങളെ പിരിഞ്ഞ് നിൽക്കുക. എൻ്റെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടികളെ പിരിഞ്ഞ് നിൽക്കുക, സ്കൂളിലെ കുട്ടികളെ പിരിഞ്ഞ് നിൽക്കുക എനിക്ക് പ്രയാസമാണ്. ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഞാൻ ദുബായ് ചെയ്തോളാം. എനിക്കറിയില്ല ദുബായിൽ ഇവിടെ ഇതിൻ്റെ ഉണ്ടെന്നുള്ളത് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്. അങ്ങനെ ഡോക്ടർ കമ്പൽസറി ആയിട്ട് എന്നെ ഡിസ്ചാർജ് ചെയ്തു. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ എവിടെയും ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഇല്ല, അലൈനിൽ മാത്രമേ ഉള്ളൂ. അലൈനിൽ പോയി. അലയിൽ പോയപ്പോഴത്തേക്ക് രോഗം നോക്കി പറഞ്ഞ് 25 റേഡിയേഷൻ ചെയ്യണം സർജറിക്ക് ശേഷം. ഇത്രയും റേഡിയേഷൻ ഇവിടെ ചെയ്യാൻ 1.5 ലക്ഷത്തിലധികം ആശുപത്രിയിൽ നൽകണം. ഏകദേശം 30 ലക്ഷത്തിലധികം തുക. എന്തു ചെയ്യണമെന്നറിയാതെ ആ അലൈനിലെ ആശുപത്രി വരാന്തയിലിരിക്കുന്ന ജേക്കബിനരികിലേക്ക് ഒരു മാലാഖ എത്തി. അതായത് ആ ആശുപത്രിയിലെ ഒരു മലയാളി നഴ്സ്. അവിടെ രോഗികൾക്ക് സൗജന്യ ചികിത്സ നൽകാനായി UAE പ്രസിഡന്റിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഓഫീസുണ്ടെന്നും അവിടെ പോയൊന്ന് അന്വേഷിക്കണമെന്ന് ആ നേഴ്സ് അധ്യാപകനോട് പറഞ്ഞു. സ്വദേശികൾക്കായുള്ള സ്ഥാപനമാണെങ്കിലും
ഒന്ന് പരിശ്രമിക്കാൻ തന്നെ അന്ന് ജേക്കബ് തീരുമാനിച്ചു. ജേക്കബിനോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ അവർ ഒടുവിൽ സൗജന്യ ചികിത്സയ്ക്ക് അംഗീകാരം നൽകി. പിന്നീട് ഇന്നുവരെ ലക്ഷക്കണക്കിന് രൂപയുടെ സഹായം ഈ രാജ്യം ജേക്കബ് മാഷിന് നൽകുകയാണ്. തീർന്നില്ല, ഇന്ന് 60-ലധികം ക്യാൻസർ രോഗികൾക്ക് സൗജന്യ ചികിത്സ ഇതേ രീതിയിൽ ലഭ്യമാക്കാനായി സഹായിക്കാൻ ഈ അനുഭവം കൊണ്ട് ജേക്കബിനാവുകയും ചെയ്തു. ഇത്രയും ആളുകൾക്ക് സഹായം എത്തിക്കാൻ ഒരു പാലമാക്കുകയായിരുന്നു തന്നെയെന്നും ഇതെല്ലാം ദൈവനിശ്ചയമാണെന്നും തികഞ്ഞ ദൈവവിശ്വാസിയായ ജേക്കബ് മാഷ് പറയുന്നു. അങ്ങനെ വിഷമിച്ച് ഞാൻ വന്ന് ഇങ്ങനെ ഒരു സോഫയിൽ, ഫ്രണ്ടിൽ ഓഫീസിലെ സോഫയിൽ അങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് കണ്ണിൽ കൂടെ കണ്ണുനീരില്ല വരുന്നത്. ഇരുട്ടാണ്. വാട്ട് ഈസ് നെക്സ്റ്റ് ഐഡിയ ഇല്ല. അപ്പോഴാണ് ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനം. അതിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരു മലയാളി നേഴ്സും ചോദിച്ചു, എന്താ നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ കൂടെ വന്നവർ പറഞ്ഞു, സിസ്റ്റർ പറഞ്ഞു, കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഇവിടെ ഒരു ചാരിറ്റി ഓഫീസുണ്ട്, അവിടെ പോയി നിങ്ങളൊന്ന് സംസാരിക്കുക, ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ചാരിറ്റി ഓഫീസിൽ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവരെന്തൊക്കെയോ നോട്ട് ചെയ്തു. എന്നിട്ട് പറഞ്ഞു തിരിച്ച് എമിറേറ്റ്സ് ഐഡിയായിട്ട് ആ ഡോക്ടറെ അടുത്ത് തന്നെ പോകാൻ പറഞ്ഞു. അവിടെ ചെന്നു. അന്ന് മുതൽ ഇന്ന് വരെ എനിക്കെല്ലാം ഫ്രീ ആണ്. 1,30,000 ദിറംസ് ഫീസ് പറഞ്ഞ 25 റേഡിയേഷൻ ഏകദേശം 400 ദിറംസിൽ അത് ചെയ്തു. പിന്നെ ഫോളോ അപ്പ് ട്രീറ്റ്മെൻറ്റൊക്കെ ആയി. അത് സാധാരണ ഇവിടുത്തെ ലോക്കൽസിന് കൊടുക്കുന്ന ഒരു ചാരിറ്റിയാണ്. അത് ദൈവമായിട്ട് എനിക്ക് തന്നു എന്നുള്ളത് മനസ്സിലായി. ദൈവം എന്താണ് എന്നെ ഇങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളത്. കാരണം ഇന്ന് 64 ക്യാൻസർ പേഷ്യൻസ് എൻ്റെ റെഫറൻസിൽ ട്രീറ്റ്മെൻറ്റ് നടക്കുകയാണ് ഇവിടെ. ഇതിനിടെ ക്യാൻസർ ആകട്ടെ അടുത്ത സ്ഥലം കണ്ടെത്തി അവിടെ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞിരിക്കും. പക്ഷേ ഒടുവിൽ തോറ്റുമടങ്ങുന്നത് ക്യാൻസർ ആയിരിക്കുമെന്ന് മാത്രം. തലച്ചോർ, ശ്വാസകോശം, കരൾ തുടങ്ങി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ക്യാൻസർ വ്യാപിച്ചു തുടങ്ങി. പക്ഷേ തോറ്റുകൊടുക്കില്ല എന്നും തന്റെ ചുണ്ടിലെ പുഞ്ചിരി മായ്ക്കില്ല എന്നും ഉറപ്പിച്ച ഒരാൾക്ക് മുമ്പിൽ ഓരോ തവണയും തോറ്റുമടങ്ങാനായിരുന്നു ക്യാൻസറിന് വിധി. 49 കീമോകൾ ഇതിനോടകം ജേക്കബ് സാറിന് ചെയ്തു കഴിഞ്ഞു. ക്യാൻസർ മാത്രമായിരുന്നില്ല ജേക്കബ് സാറിന് ശത്രുവായി മുന്നിലുണ്ടായിരുന്നത്. പതിയെ പതിയെ ആ അധ്യാപകന്റെ ജീവിതത്തിലേക്ക് മറ്റൊരാളും രംഗപ്രവേശനം ചെയ്തു. ഇങ്ങനെ കീമോ കണ്ടിന്യൂ ചെയ്തു. ഇപ്പോൾ 49ാമത്തെ കീമോ കഴിഞ്ഞു. ലങ്സിൽ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പെറ്റ് സ്കാനിൽ ക്യാൻസർ ഇല്ല. പക്ഷേ ക്യാൻസർ മാത്രമല്ല എനിക്ക് വന്നത്. 2023 ഞാനൊരു ഫങ്ഷനിൽ പോയിട്ട് വന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു. തിരിച്ചിറങ്ങിയപ്പോഴത്തേക്ക് മുരളി സാറൊക്കെ ഉണ്ടായിരുന്നു. പോയപ്പോൾ എനിക്ക് ഇടത് ചെസ്റ്റിലൊരു വേദന വന്നു. വേദന അത് നേരെ പെനിട്രേറ്റ് ചെയ്ത് എൻ്റെ വിരൽ വരെ വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഹാർട്ട് അറ്റാക്കാണ്. കൂടിയാൽ ഒരു 5 മിനിറ്റേ ഞാൻ ജീവിക്കുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വണ്ടിക്കകത്ത് കാറിലിരിക്കുകയായിരുന്നു, ഷാർജയിലായിരുന്നു. ഉടൻ തന്നെ ഷാർജയിലെ ആശുപത്രിയിൽ എത്തിച്ചു. ആ ആശുപത്രിയിൽ നിന്ന് അലൈനിലെ തനിക്കിഷ്ടപ്പെട്ട ആശുപത്രിയിൽ തന്നെ പോയി ഓപ്പറേഷൻ ഉൾപ്പെടെ പൂർത്തിയാക്കിയാണ് ആ ഹാർട്ട് അറ്റാക്കിനെ മാഷ് തരണം ചെയ്തത്. ജേക്കബ് മാഷ് ഇപ്പോഴും പുഞ്ചിരിയോടെ നേരിടുകയാണ് അസുഖത്തെ. അജ്മാനിൽ താൻ 3 പതിറ്റാണ്ടായി ജോലി ചെയ്യുന്ന അൽ അമീർ സ്കൂളും അവിടുത്തെ കുട്ടികളും സഹപ്രവർത്തകരുമാണ് കുടുംബത്തിനൊപ്പം ജേക്കബ് മാഷിന്റെ കരുത്ത്. സ്കൂളിൽ എത്തിയാൽ പിന്നെ ക്യാൻസറിനെ മറക്കും. ഒരു അർബുദ രോഗിയാണെന്ന യാതൊരു സൂചനയും നൽകാതെയാണ് ജേക്കബ് സ്കൂളിൽ പതിവ് പോലെ ഇടപെടുന്നത്. കുട്ടികൾക്കും അതേ സ്നേഹമാണ് ജേക്കബ് മാഷിനോടും. പഠനത്തിന് പുറകിൽ നിൽക്കുന്ന കുട്ടികൾക്ക് വിദ്യാർത്ഥികളുടെ പഠനകാര്യങ്ങളും അവർ നേരിടുന്ന പ്രശ്നങ്ങളുമെല്ലാം ആ അധ്യാപകൻ കൃത്യമായി അന്വേഷിച്ച് പിന്തുണയ്ക്കുന്നു. പഠനത്തിൽ പുറകിലുള്ള കുട്ടികളുടെ വീടുകളിൽ നേരിട്ട് ചെന്നാണ് മാഷ് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുക. അതെ, എല്ലാ അർത്ഥത്തിലും ഇങ്ങനെ ഒരു പ്രിൻസിപ്പളും ഒരു മനുഷ്യനും ലോകത്ത് തന്നെ അപൂർവമായിരിക്കും. 49 കീമോകൾ കഴിഞ്ഞിട്ടും ഇന്നും തോറ്റുകൊടുക്കാൻ ഈ മനുഷ്യൻ തയ്യാറല്ല. ജീവിതത്തിൽ തളർന്നു പോയെന്ന്, തോറ്റുപോയെന്ന് കരുതുന്നവർ ഒരിക്കലെങ്കിലും ഈ മനുഷ്യനെ കാണണം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അനന്ത സാധ്യതകളെ കൃത്യമായി പരിചയപ്പെടുത്തി 3ാമത് ലോക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സമ്മേളനത്തിന്
റിയാദിൽ സമാപനമായി. ഇന്ത്യ ഉൾപ്പെടെയുള്ള 200ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി കമ്പനികളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ആ കാഴ്ചകളിലേക്കാണ് ഇനി കടക്കുന്നത്. മാനവികതയുടെ ഉന്നമനത്തിനായി AI പ്രയോജനപ്പെടുത്തുക എന്ന ശീർഷകത്തിലായിരുന്നു ഈ വർഷത്തെ ആഗോള ആർട്ടിഫിഷ്യൽ ഉച്ചകോടി ആരംഭിച്ചത്. റിയാദിലെ വിശാലമായ കിങ് അബ്ദുൽ അസീസ് ഇന്റർനാഷണൽ കോൺഫറൻസ് സെന്ററിലായിരുന്നു ഉച്ചകോടിയുടെ വേദി. 2020-ലും 2022-ലും നടന്ന ഉച്ചകോടിയുടെ തുടർച്ചയായാണ് 3ാം പതിപ്പും സംഘടിപ്പിച്ചത്. സെപ്റ്റംബർ 10 മുതൽ 12 വരെ നീണ്ടുനിന്ന ഉച്ചകോടിയിൽ ഇന്ത്യ ഉൾപ്പെടെ 100ഓളം രാജ്യങ്ങളാണ് ഭാഗമായത്. 120-ലധികം പാനൽ ചർച്ചകളും ശില്പശാലകളും ഉച്ചകോടിയിൽ നടന്നു. 100ഓളം രാജ്യങ്ങളിൽ നിന്നും എത്തിയ 400-ലധികം AI വിദഗ്ധർ നടത്തിയ പ്രഭാഷണങ്ങൾ ഉച്ചകോടിയെ മികച്ചൊരു വിജ്ഞാന സദസ്സുകൂടിയാക്കി മാറ്റി. 10,000-ലധികം AI വിദഗ്ധരാണ് ഈ ആഗോളമേളയിൽ പങ്കെടുത്തത്. പ്രാദേശികവും അന്തർദേശീയവുമായ വിവിധ സ്ഥാപനങ്ങളുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉപയോഗങ്ങൾ പ്രദർശിപ്പിക്കുന്ന 100-ലേറെ കൗണ്ടറുകളും ഉച്ചകോടിയിൽ സജ്ജീകരിച്ചിരുന്നു. വിദ്യാഭ്യാസം, വ്യവസായം, ആരോഗ്യം, ടൂറിസം, ഹോസ്പിറ്റാലിറ്റി മുതലായ മേഖലകളിൽ നിർമ്മിത ബുദ്ധിയുടെ പങ്ക് ഉയർത്തിക്കാട്ടുന്നതായിരുന്നു ഇവയിലേറെയും. ഇതിനു പുറമെ താമസരേഖയുൾപ്പെടെ വിവിധ സർക്കാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുക്കിയ പ്രത്യേക കൗണ്ടറുകളും സന്ദർശകർക്ക് ഏറെ ഉപകാരപ്രദമായിരുന്നു. നൂതന സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിലൂടെ ടൂറിസം മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കാനുള്ള സൗദി അറേബ്യയുടെ പ്രതിബദ്ധതയാണ് ആഗോളതലത്തിൽ മുൻനിരക്കാരായ AI സ്ഥാപനങ്ങളുമായുള്ള സഹകരണത്തിലൂടെ തങ്ങൾ ലക്ഷ്യമാക്കുന്നതെന്ന് സൗദി ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ടൂറിസം ഡെപ്യൂട്ടി മന്ത്രി ജവാഹറ അൽ മുഖ്ബിൽ വ്യക്തമാക്കി. നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകൾ കൊണ്ട് സൗദിയുടെ വിഷൻ 2030 അനുസൃതമായി സുസ്ഥിര വളർച്ച കൈവരിക്കാനും തങ്ങൾ ലക്ഷ്യമിടുന്നതായും അദ്ദേഹം അറിയിച്ചു. വ്യാപാര രംഗത്തെ കാര്യക്ഷമത ഉയർത്തുവാനും ടൂറിസം മേഖല വികസിപ്പിക്കുവാനും ഭാവിയിലെ പ്രവണതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് AI സംവിധാനത്തിന്റെ കഴിവ് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതുൾപ്പെടെ വിവിധ വിഷയങ്ങൾ 3 ദിവസത്തെ ഉച്ചകോടിയിൽ ചർച്ചയായി. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന സൗദിയുടെ വാണിജ്യ കാര്യക്ഷമത AI വിദ്യയിലൂടെ കൂടുതൽ ഉയർച്ച കൈവരിക്കുന്നതിന് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന ചർച്ചകളും ഉച്ചകോടിയിൽ നടന്നു. വിഭവ മാനേജ്മെന്റ് മെച്ചപ്പെടുത്തുന്നതിലൂടെയും പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കുന്നതിലൂടെയും വിനോദസഞ്ചാര മേഖലയുടെ സുസ്ഥിരത ഉറപ്പാക്കാനുള്ള ചർച്ചകളും 3 ദിവസത്തെ ഉച്ചകോടിയിൽ നടന്നു. നൂതന സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി വിനോദസഞ്ചാര മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് ചർച്ചയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. രാജ്യത്ത് ഇതുവരെ നടപ്പാക്കിയ നിർമ്മിത ബുദ്ധിയുടെ നേട്ടങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളും ചർച്ചയിൽ പങ്കെടുത്തവർ പങ്കുവച്ചു. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അവതരിപ്പിച്ച വിവിധ പരിപാടികളും ഉച്ചകോടിയിൽ വിസ്മയ കാഴ്ചകളായി മാറി. അതിഥികൾക്ക് അറബികളുടെ പരമ്പരാഗത പാനീയമായ ഗഹ്വ ഒഴിച്ചു നൽകുന്ന റോബോട്ട്, മറ്റൊരു വിഭവമായ മൊജിറ്റോ പാചകം ചെയ്തു നൽകുന്ന AI സാങ്കേതിക സംവിധാനം ഇവയെല്ലാം വലിയ ശ്രദ്ധ നേടി. ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ എത്തുന്നവർക്ക് ഉല്ലാസം പകരുന്നതിന് സംഘാടകർ സംഗീത പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. പ്രാദേശികവും അന്തർദേശീയവുമായ നിരവധി കമ്പനികളാണ് ഉച്ചകോടിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സേവന കരാറിൽ ഒപ്പുവെച്ചത്. കരാറുകളും ധാരണാപത്രങ്ങളും ഒപ്പുവെക്കുന്നതിനായി പ്രത്യേക മേഖലകളാണ് സജ്ജീകരിച്ചിരുന്നത്. AI മേഖലയിലെ കുതിച്ചുചാട്ടത്തിനും സമൂല മാറ്റങ്ങൾക്കും തുടക്കം കുറിക്കുമെന്ന പ്രത്യാശയോടെയാണ് 3 ദിവസം നീണ്ടുനിന്ന ഉച്ചകോടിക്ക് സമാപനമായത്. ദുബായിയുടെ സ്വന്തം മെട്രോയ്ക്ക് 15 വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. ഓരോ ദിവസവും 7 ലക്ഷത്തിലധികം ആളുകളാണ് മെട്രോയിലൂടെ യാത്ര ചെയ്യുന്നത്. ദുബായ് മെട്രോയുടെ വിശേഷങ്ങളാണ് ഇനി കാണാൻ പോകുന്നത്. സെപ്റ്റംബർ 9 അറബ് ലോകത്ത് ആദ്യമായി ഡ്രൈവറില്ല മെട്രോ ശൃംഖല നടപ്പാക്കിയാണ് ദുബായ് ലോകത്തെ വിസ്മയിപ്പിച്ചത്. ആ കുതിപ്പിന് 15 വർഷങ്ങൾ തികയുകയാണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എന്ന ഇച്ഛാശക്തിയുള്ള ദുബായ് ഭരണാധികാരിയുടെ ദീർഘവീക്ഷണത്തിന്റെ വിജയം കൂടിയാണ് ദുബായ് മെട്രോയുടെ ഈ വിജയക്കുതിപ്പ്. സമയനിഷ്ഠ, വൃത്തി, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സേവനം എന്നിവയിൽ ലോകത്തിന് തന്നെ മാതൃകയാണ് ഇന്ന് ദുബായിയുടെ സ്വന്തം മെട്രോ.
15 വർഷങ്ങൾക്ക് മുൻപ് ആദ്യ ട്രെയിനുകൾ ട്രാക്കിലിറങ്ങിയ ശേഷം ഇതുവരെയായി 2.4 ബില്യൺ യാത്രക്കാരാണ് ദുബായ് മെട്രോയിൽ യാത്ര ചെയ്തത്. ഇന്ന് ദിവസവും 7 ലക്ഷത്തിലധികം ആളുകളാണ് മെട്രോയിലൂടെ യാത്ര ചെയ്യുന്നത്. The next station is Emirates Towers. നിലവിൽ റെഡ്, ഗ്രീൻ പാതകളിലായി 90 കിലോമീറ്ററാണ് മെട്രോയുടെ ദൂരപരിധി. ആകെ 53 സ്റ്റേഷനുകളും 129 ട്രെയിനുകളുമാണ് ദുബായ് മെട്രോയ്ക്കുള്ളത്. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് സേവനം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ മെട്രോയുടെ ബ്ലൂ ലൈൻ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. കാർഗോ രംഗത്തെ പ്രമുഖ കമ്പനിയായ എം ഗ്രൂപ്പ് 27ാം വാർഷികത്തിലേക്ക് കടക്കുകയാണ്. എം ഗ്രൂപ്പിന്റെ 27ാം വാർഷികാഘോഷവും പുതിയ ആപ്ലിക്കേഷന്റെ പ്രകാശനവും ദുബായിൽ നടന്നു. കാർഗോ രംഗത്ത് കഴിഞ്ഞ 27 വർഷങ്ങളായി കൃത്യതയാർന്ന സേവനങ്ങൾ കൊണ്ട് ഉപഭോക്താക്കളുടെ വിശ്വാസം നേടിയ ബിസിനസ് ഗ്രൂപ്പാണ് എം ഗ്രൂപ്പ്. ദുബായിലെ ക്രൗൺ പ്ലാസ ഹോട്ടൽ വെച്ച് നടന്ന വാർഷികാഘോഷ ചടങ്ങിലാണ് പുതിയ ആപ്പിന്റെ പ്രകാശനം നടന്നത്. ആഘോഷ പരിപാടികളിൽ എം ഗ്രൂപ്പ് ചെയർമാൻ മുനീർ കാവുങ്ങൽ പറമ്പിൽ, ജനറൽ മാനേജർ ഷമീർ കെ പി, മാനേജർ നിസാം, മഷൂ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. 18ലധികം ബ്രാഞ്ചുകളുമായി UAE കാർഗോ മേഖലയിൽ മുന്നിട്ട് നിൽക്കുന്ന സ്ഥാപനമാണ് എം ഗ്രൂപ്പ് കാർഗോ എന്ന് ചെയർമാൻ മുനീർ കാവുങ്ങൽ പറമ്പിൽ പറഞ്ഞു. എം ഗ്രൂപ്പ് വാർഷികത്തോടനുബന്ധിച്ച് UAE എല്ലാ ഔട്ട്ലെറ്റുകളിലും പ്രത്യേക ഓഫറുകളും ഒരുക്കിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. എം ഗ്രൂപ്പിന്റെ വിപുലീകരണ പദ്ധതികളുടെ ഭാഗമായി എം ഗ്രൂപ്പിന്റെ കീഴിലുള്ള 1, 2, 3 കാർഗോയുടെ 2 ബ്രാഞ്ചുകൾ ഈ മാസം ആരംഭിക്കുമെന്ന് മുനീർ കാവുങ്ങൽ പറമ്പിൽ വ്യക്തമാക്കി. ദുബായ് DAP 2-ൽ ജബൽ അലി നെസ്റ്റോയിലുമാണ് ബ്രാഞ്ചുകൾ ആരംഭിക്കുക. അറബി ദിസ് വീക്കിന് ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അറബിൻ നാടുകളിലെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അറബി ദിസ് വീക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ.